ഹായ് ഓൺ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നുണ്ട്. കുറേ നാളായി വ്ളോഗ് ചെയ്തിട്ട്. അപ്പോൾ എന്താ കാരണം എന്നുള്ളതെല്ലാം ഞാൻ ഈ വ്ളോഗിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. കുറേ സന്തോഷവും സങ്കടവും എല്ലാം നിറഞ്ഞ ദിവസങ്ങളേനു ഇത്രയും നാളായിട്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനും വ്ളോഗ് എടുക്കാനും ഒന്നിനും പറ്റിയൊരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ മുഴുവനായി കാണുക. കണ്ടിഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയിപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് വേറൊന്നും നോക്കാണ്ട് ഒരു 7-8 മണി ആ ഒരു ടൈമിലേക്ക് മുകളിൽ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ റൂം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇടയ്ക്കിടെ ഇങ്ങനെ ക്ലീൻ ആക്കുന്നതല്ലേ പിന്നെന്താ. പക്ഷെ ഞാൻ ഒരു ഡ്രസ്സ് എടുത്താൽ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് ഫുള്ള് വാരി വലിച്ചിട്ടിട്ടുണ്ടാകുക. പിന്നെ അതുപോലെ ഞാൻ ഇവിടെ കിടക്കാത്തോട്ട് ആകെ പൊടി പിടിച്ച് മൊത്തത്തിൽ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ക്ലീൻ ആക്കി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ റഷ്യ നാട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനം ഒരു 5-6 ദിവസത്തിനുള്ളിൽ അങ്ങനെ പെട്ടെന്ന് വരാമെന്നുള്ള രീതിയിൽ. അപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നതാണ്. ഇതിപ്പോൾ വീഡിയോ എടുത്തിട്ട് 2-3 ആഴ്ച ആയിട്ടുണ്ട്. 1-2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നിനും ഒരു ടൈം കിട്ടിയിട്ടില്ല. ഫുൾ ഹോസ്പിറ്റൽ കേസും എല്ലാം ആയിട്ടാണ്. ഋഷി വരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഹംദക്ക് ഒരു ചെറിയൊരു സർജറി ഉണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഒരു ദശൻ്റെ. അപ്പോൾ അത് പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വരുന്നതാണ്. അപ്പോൾ എന്താ പറയുക, ആ ഒരു ഇതെല്ലാം ആയിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും ഒന്നിനും പറ്റാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. ഇതിനു മുമ്പും വീഡിയോ ഡിലേ ആകുന്നതിൻ്റെ കാരണം ഇതെല്ലാം തന്നെയാണ്. ഞാനൊരു ഹോസ്പിറ്റൽ കേസെല്ലാം ആയിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് എഡിറ്റ് ചെയ്യാനും ഒന്നിനും വീഡിയോ എടുക്കാനും ഒന്നിനും ഒരു ടൈം കിട്ടലില്ല. അപ്പം അങ്ങനെയല്ലാതെ ഇൻഷാ അല്ലാഹ് ഇനി ശരിയാവുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. പിന്നെ കുറേ നാൾ ഗ്യാപ്പ് ഇട്ടിട്ടല്ലോ. പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര മടി. വീഡിയോ എടുത്ത് വെക്കും, പക്ഷെ എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടില്ല. പിന്നെ അങ്ങനെയെല്ലാം ആയിട്ട് ഈ റൂം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാവിലെ എണീറ്റ് വന്നതാണ്. ഒരു 7 ടൈമിലാണ് ഞാൻ മുകളിലേക്ക് വന്നിട്ടുള്ളത്. പെട്ടെന്ന് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചിന്, പക്ഷെ സമയം പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു മണിയെല്ലാം ആയിട്ടുണ്ടേനു. അങ്ങനെ ഏകദേശം ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്ത് എടുക്കലാണ്. ഹംദയ്ക്ക് ഇടയ്ക്കിടെ ഇങ്ങനെ കഫ് കെട്ട് വരാറുണ്ട്. ഇപ്പോൾ എന്നല്ല, ഒരു 3-4 വർഷമായിട്ടുണ്ടാവും. ഇവള് ഒരേ ഹോസ്പിറ്റലാണ്. ഒരു മാസം 1-2-3-4 തവണയെല്ലാം പോകേണ്ട വരാറുണ്ട്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവും, കഫ് കെട്ടൊന്നുമില്ല, കുഴപ്പമില്ല എന്നിട്ട് മരുന്ന് എഴുതി തിരിച്ചയക്കും. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ഇതേപോലെ സൗണ്ടും ഉറങ്ങാൻ പറ്റാണ്ട് അസ്വസ്ഥത അങ്ങനെയെല്ലാം ആയിട്ട് ഒരു 3-4 കൊല്ലം ഇങ്ങനെ കാണിച്ചിട്ട് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ വേറൊരു ഡോക്ടറെ മാറ്റി കാണിച്ചു തരാണ് എക്സ്റേ എടുക്കാൻ പറഞ്ഞത്. അപ്പോൾ എക്സ്റേ എടുത്ത് അതിൽ ദശയുണ്ട് എന്ന് പറഞ്ഞ്, അങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകാം. അപ്പം കുഴപ്പമില്ല, ഒരു 3 മാസം സ്പ്രേ ചെയ്യ്, എന്നിട്ട് നമുക്ക് നോക്കാമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ 3 മാസം സ്പ്രേ ചെയ്തു. പിന്നെ ഡോക്ടറെ കണ്ടുവരും. ഡോക്ടർ പറഞ്ഞു വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല, നമുക്കിത് ചെയ്യാം, സർജറി വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞു. ചെറിയ കാര്യമാണ്, പക്ഷെ സർജറി എന്നെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ടെൻഷനായിട്ട് അങ്ങനെ ഋഷി വരാമെന്ന് തീരുമാനിച്ചതാണ് കേട്ടോ. ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയായിരുന്നു ഞാൻ ഇതേ ദശ എന്നെല്ലാം പറയുമ്പോൾ. പിന്നെ ഇവിടെ ചെയ്ത് കഴിഞ്ഞേരം എന്നോട് ഒരുപാട് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് കാണിച്ചത്. നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവാറുണ്ട്. ചില കുട്ടികൾ സ്പ്രേയിൽ പോവും, ഇവിടെ സ്പ്രേയിൽ മാറിയിട്ടില്ല. അങ്ങനെ അലമാര ഫുള്ള് ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി ഇതാണ് കേട്ടോ. ഇതിൽ ഫുള്ളും ഹംദൻ്റെ സാധനങ്ങളാണ്. ഓളെ ക്ലിപ്പ്, ഹെയർ ബാൻഡ് അങ്ങനെയുള്ള ഐറ്റംസ്, ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം. ഇതിൽ ഒരു 3-4 വർഷം മുമ്പേ പഴക്കമുള്ള ക്ലിപ്പെല്ലാം ഉണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല, അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൽ ഞാൻ നോക്കിയിട്ട് ഒരുപാട് വേസ്റ്റിലിടുന്നുണ്ട്. കുറേ പഴക്കമായിട്ട് പൊട്ടിയതും എല്ലാം ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് ഇതിൽ ആദ്യം ഞാൻ സ്കൂളിലേക്കുള്ള പെൻസില്, ഇറേസർ, സ്കട്ടർ അങ്ങനെ ഐറ്റംസ് ഉണ്ടാവില്ലേ, അതെല്ലാമായിരുന്നു വെച്ചിട്ടുള്ളത്.
പിന്നെ ഓരോ ദിവസം ഇങ്ങനെ ഓരോന്ന് വന്ന് എടുത്ത് കൊണ്ടുപോകും. ഇതിന് ലോക്കില്ലാലോ. അപ്പോൾ ഞാൻ മെല്ലെ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇങ്ങനത്തെ ക്ലിപ്പ് ആ ഒരു ഐറ്റംസ് വെച്ചതാണ്. ഇതാകുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, ഇതെടുത്ത് കളിക്കില്ല. അല്ലെങ്കിൽ പെൻസിലെല്ലാം ആകുമ്പോൾ ഉള്ളടുത്തുണ്ടെങ്കിലും ഇവിടുന്ന് ഒന്ന് വന്ന് പുതിയത് എടുത്തിട്ടില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ മാറ്റിയതാണ്. അങ്ങനെ ഇതെല്ലാം ക്ലീനാക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഒന്ന് അത്യാവശ്യമായിട്ട് പുറത്ത് പോകാണ്ട് വരണം എന്നെല്ലാം പറഞ്ഞത്. ഇങ്ങനെ ഞാൻ ക്ലീനാക്കുന്ന ടൈമിലല്ലാണെങ്കിൽ, എന്തെങ്കിലും പണിയെടുക്കുന്ന ടൈമിലല്ലാണെങ്കിൽ എന്തായാലും അത് കഴിയാണ്ട് പോവില്ല കേട്ടോ. അത്യാവശ്യമായതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്ന് കട വരെ പോയതാണ്, ടൗൺ വരെ. അങ്ങനെ പോയിട്ട് വരുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഫുള്ളും മുറ്റത്തിങ്ങനെ നിൽക്കുന്നു. അവർ സർപ്രൈസ് ആയിട്ട് പറയാണ്ട് വന്നതാണ് കേട്ടോ. ഞാൻ ആകെ ഷോക്കായി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിത് ഇങ്ങനെ ക്ലീനാക്കി ഇങ്ങനെ ഓരോ സ്ഥലമായിട്ട് റൂമും മുകളിൽ ഫുള്ള് ഇങ്ങനെ ക്ലീനാക്കി വരുന്ന ടൈമിലാണ് അവരെ കാണുന്നത്. ഇതിൻ്റെ പിറ്റേ ദിവസമാണ് ഋഷി വരുന്നത്. അപ്പോൾ പിന്നെ അതവിടെ സൈഡിൽ അങ്ങനെ വെച്ചിട്ട് ഇവർ വന്നതല്ലേ, ഇനി ഇവർ കൂടെ കൂടാന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി. പിന്നെ ഉമ്മാക്ക് അത് കഴിഞ്ഞ് ഉമ്മ വന്ന്, പിന്നെയും ഉമ്മ വീട്ടിലില്ലായിരുന്നു, പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫുഡിനൊക്കെ ഓർഡർ ചെയ്ത് ഫുഡൊക്കെ വന്ന് ഓർഡർ കൊടുക്കണ്ടെന്ന് പറഞ്ഞതാ, വീട്ടിൽ നിന്ന് ഉണ്ടാക്കാം. പിന്നെ ഞാൻ ഏതായാലും വീട്ടിൽ നിന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ പിന്നെ അത്രയും ടൈം അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ ആ ഒരു തിരക്കിലായി പോവും. പിന്നെ അത് ക്ലീനാക്കി നല്ല ടൈം എടുക്കും. അപ്പോൾ പിന്നെ ഫുഡ് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച്. കുറച്ച് നാളായി നമ്മളിങ്ങനെ പറയുന്നത് നമുക്ക് എവിടെയെങ്കിലും പോവാം, അല്ലെങ്കിൽ പിന്നെ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ദിവസം അവിടെ സ്പെൻഡ് ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു 2 ദിവസം ഞാൻ നല്ല ബിസി ആയിരിക്കും, അത് കഴിഞ്ഞിട്ട് വാ, വരുമ്പോൾ വിളിച്ച് പറയണമെന്നല്ല പറഞ്ഞു. പക്ഷെ അവർ വിളിച്ച് പറയാതെ സർപ്രൈസ് ആയിട്ട് വന്നേ. അപ്പോൾ കുഴപ്പമില്ല, അത് ഞാൻ എന്തോ പോലെ ഉണ്ടായിരുന്നു. എന്താ പറയുക, ഫുള്ളും ക്ലീനാക്കുന്ന ആ ഒരിതും എല്ലാം ആയിട്ട് പിന്നെ പെട്ടെന്ന് പറ്റുന്ന പോലെ ചെയ്തെടുത്തിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളിങ്ങനെ 4 പേരും ഒന്നിച്ച് കൂടിയിട്ട് കുറേ നാളായി കേട്ടോ. ഒന്നിക്ക് എങ്ങനെ പോയാലും 3 പേരേ ഉണ്ടാവും, ഒരാൾ ഉണ്ടാവലില്ല. അപ്പോൾ വീട്ടിലാണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. ഞാൻ കരുതി ഇവർ പെട്ടെന്ന് പോകും, എപ്പോഴും വന്നാൽ തിരക്കുണ്ടാവില്ലേ. പക്ഷെ ഇത്തവണ വന്നേരം ഒരു തിരക്കും ഒന്നുമില്ല കേട്ടോ. പോകേണ്ട കാര്യമേ പറയുന്നില്ല. അല്ലെങ്കിൽ വീട്ടിൽ വന്നാൽ പെട്ടെന്ന് പോകേണ്ടതാന്ന് പറഞ്ഞിങ്ങനെ തിരക്ക് പിടിക്കൂലേ, അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇത്തവണ അതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഓരോന്ന് പറഞ്ഞിങ്ങനെ സംസാരിച്ചിരുന്ന്, അതിൻ്റെ ഇടയ്ക്ക് റീലെടുത്ത് കുറേ ഫോട്ടോസ് എടുത്ത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒന്നിച്ച് കൂടിയാൽ നല്ല അടിപൊളിയാണ്. പക്ഷേ അല്ലെങ്കിൽ ഒരാൾ ഒരു വിവരവും ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒന്നിച്ച് കൂടുമ്പോൾ നല്ല രസമാണ്. പറഞ്ഞാലും തീരാത്ത കുറേ കഥകളുണ്ടാവും. പിന്നെ കൂടെ പഠിച്ചവരെ വിശേഷങ്ങളെല്ലാം ഉണ്ടാവും. അങ്ങനെയെല്ലാം ആയിട്ട് അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. അങ്ങനെ കുറേ നേരം വീട്ടിലിരുന്ന് ഇങ്ങനെ സംസാരിച്ചിരുന്നു. പിന്നെ വൈകുന്നേരം ആയാലോ ഞാൻ പറഞ്ഞു, നമുക്ക് ഇവിടെ അടുത്തൊരു തട്ടുകടയുണ്ട്, അവിടെ പോയിട്ട് ചായയും എന്തെങ്കിലും കടിയൊക്കെ കഴിച്ചിട്ട് വരാം, നല്ല രസമല്ല ഇങ്ങനെ നടന്നു പോവാൻ. അങ്ങനെ അവിടേക്ക് പോകാൻ കേട്ടോ. അങ്ങനെ അവിടെ എത്തി. കുറേ കടികളെല്ലാം ഉണ്ടായിരുന്നു. ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനില്ലേ. അങ്ങനെയാണ് നമ്മൾ വന്നിട്ട് പപ്സ്, ഇറച്ചിപ്പത്തിലും ഉന്നക്കായ അങ്ങനെയെല്ലാം വാങ്ങി ഓരോരുത്തരായി അങ്ങനെ കഴിച്ചു. ഇങ്ങനെ കഴിച്ചതിൽ ടേസ്റ്റോ അങ്ങനെയൊന്നല്ല, പക്ഷെ ഇങ്ങനെ ഒന്നിച്ച് പോയി കഴിച്ച് ഒരുപാട് നേരം സംസാരിച്ച് അതൊരു നല്ല രസമായിരുന്നു കേട്ടോ. ഈ പോയതും വന്നതും അടിപൊളിയാണ്. നമ്മൾ കഴിച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും രുചിയൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഓരോന്നിങ്ങനെ അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. പോകുമ്പോൾ തന്നെ ഒരു മഗ്‌രിബ് ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വീട്ടിലേക്ക് വന്നാലും ഒരു 3-4 മണിയാകുമ്പോൾ തിരിച്ച് പോവാറുണ്ട്. ഇത്തവണ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ല. ഇതിൽ ഒരാളെ ഹസ്ബൻഡ് കൂട്ടാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും ഒരു സ്ഥലത്താണ്. അങ്ങനെ ഒന്നിച്ച് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ
എന്തായാലും ഇവർ പോവാൻ ഒരു 8 മണി 8:30 ആവും. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഫുഡ് ആക്കാമെന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് പുറത്തുനിന്ന് വാങ്ങില്ലേ ഇതേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പാസ്ത ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അതാവുമ്പോൾ പെട്ടെന്ന് റെഡി ആവുമല്ലോ. ഉമ്മ എന്തെങ്കിലും നെയ്ച്ചോറും ബീഫ് കറിയായിട്ട് ഉണ്ടാക്കാമെന്നേനും പറഞ്ഞിട്ടുള്ളത്. എന്തായാലും നല്ല ടൈം എടുക്കും. പിന്നെ അവർ വെയിറ്റ് ചെയ്തിട്ടില്ലെങ്കിലോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഫുഡ് ആക്കുമ്പോൾ അവർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക് ആക്കിക്കോ, ഞങ്ങൾ കഴിക്കാൻ നിൽക്കൂല എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് മൈൻഡ് ആക്കാണ്ട് ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പാസ്ത ആകുമ്പോൾ അരമണിക്കൂറിനുള്ളിൽ എല്ലാം സംഭവം റെഡി ആവുമല്ലോ. തിരക്ക് പിടിച്ച് ചെയ്യുന്നതുകൊണ്ടും പിന്നെ എന്താ പറയുക, വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ടും ഞാൻ കൂടുതലായിട്ടുള്ള നല്ല വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അതെങ്ങനെയാണ് ക്യാമറേൻ്റെ ആ ഒരു പൊസിഷൻ എങ്ങനെയാണെന്ന് വരെ ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ പെട്ടെന്ന് തന്നെ റെഡിയായി. അവളെ ഹസ്ബൻഡ് വന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അവർ പോയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് റഷ്യനെ കൂട്ടാൻ പോകുന്നത് അതിൻ്റെ പിറ്റേ ദിവസം റഷ്യനെ എയർപോർട്ടിലേക്ക് കൂട്ടാൻ പോകുന്നത്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഇന്നത്തെ ഒരു വ്ളോഗ് പിന്നെ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഇടുക, പുതിയ ദിവസമാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. താങ്ക് യു, ബൈ.